പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താഴ്ച യേശുവിൻ്റെ രക്തത്താഴ്ച യേശുവിൻ്റെ രക്തത്താഴ്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ വചനം ഘോഷിക്കുന്നതുകൊണ്ട് കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകർ ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലുമായി കഴിഞ്ഞുകൂടുന്നത് കാണുവാൻ കഴിയും. സ്നേഹിതരെ, വെള്ളപ്പെരുക്കത്താൽ ബാധിക്കപ്പെട്ടവർ അനേകരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, മണ്ണിനടിയിലായതും അവർ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഇന്ന് അനേകരും സ്വന്തം ഭവനത്തിൽ കിടന്നുറങ്ങുവാൻ കഴിയില്ലാതെ വേദനയോടുകൂടി ആയിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇത്. നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നാം ഒരുമിച്ച് ചേർന്ന് ശക്തമായി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവ് ദേശത്തോട് മനസ്സലിയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയവും ഉള്ള കർത്താവാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആകയാൽ നമ്മുടെ ദേശത്തെ ഓർത്ത്, നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് നമുക്കെല്ലാവർക്കും ഭാരത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ദേശത്തെ വിട്ടുവയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാനൊരു പഴയ ഗാനത്തിൻ്റെ ചില ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വചന ധ്യാനത്തിലേക്ക് കടക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പാടുവാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികൾ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമൊക്കെ മരിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ കഴിഞ്ഞു പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. പലവിധമാകുന്ന പ്രശ്നങ്ങൾ നടുവിലൂടെ കടന്നുപോയ നമ്മയൊക്കെ കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു എന്നത് ഓർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എത്ര ദൈവത്തെ സ്തുതിച്ചാലാകും, എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിയാലാകും. ആകയാൽ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരുവാൻ കഴിയുമോ? നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ആണ്ടവരുടെ രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിന്റെ നികറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തുதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, கர்த்தருடைய வார்த்தைகளுக்கு நேராக கடந்து செல்ல போகிறோம். வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோம். ஹல்லேலூயா. பிரைஸ் தி லார்ட். நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். பிரியமானவர்களே, அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருப்போம், விழிப்போடு இருப்போம். பிரியமானவர்களே, எப்பொழுது கர்த்தருடைய எக்கால சத்தம் எப்பொழுது கேட்க போகிறோமோ என்பதற்காகவே நாம் ஹல்லேலூயா கர்த்தருடைய பிள்ளைகளே ஆவலோடு நாம் வாஞ்சியோடு காத்திருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. பிரைஸ் தி லார்ட். ஹல்லேலூயா. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ട് പാടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നോനാഥ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നോനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിത സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിത സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പാവി
പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിയത് സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിയത് സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നാരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നാരകമതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നാമൊക്കെയും എന്നേ മരിച്ചു പോകേണ്ടിയവരാ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിലൊക്കെ കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ടവർ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ സഹോദരങ്ങളെ? നമ്മുടെ കർത്താവ് നമ്മളെയൊക്കെ കാത്ത് സൂക്ഷിച്ചു, പരിപാലിച്ചു. നമ്മുടെ മിടുക്കൊന്നും അല്ല, നമ്മൾ പറയുന്ന നമ്മളുടെ അന്തസ്സോ ഡിഗ്രികളോ നമ്മളുടെ സ്വത്തോ സുഖങ്ങളൊന്നും അല്ല നമ്മളെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എൻ്റെ കർത്താവിൻ്റെ കാൽവരി ക്രൂസിലെ സ്നേഹമൊന്നും മാത്രമാ, ദൈവം നമ്മുടെ മേൽ വെച്ചിരുന്ന കരുതൽ, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം. നമുക്ക് ചേർന്ന് പാടാമല്ലോ, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. പ്രിയപ്പെട്ടവരെ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നാരകമതി. തന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, തന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിതൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിതൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ പാട്ട് ഒരു പക്ഷേ നമുക്ക് സമയമുണ്ടെങ്കിൽ അതിന് ബാക്കി പാടാം. ഓക്കെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പനിമിഷം തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, നിങ്ങൾ ദൂരസ്ഥരോ സമീപസ്ഥരോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, വചനം അങ്ങയുടേത്. വചനം ഘോഷിക്കുവാൻ ഈ ഏഴയെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കൊണ്ട് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ ഒരു കർത്താവിന്റെ വലിയ സാന്നിധ്യം അപ്പ എന്നീ വചനം ഘോഷിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്ന ഈ വേളയിൽ വചനം കർത്താവ് കേൾക്കുന്നവർക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിനായി കാത്തിരിക്കുന്നവരായി വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുന്ന നാഥ, വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, 2 ദിവസമായിട്ട് ലേശം ഫീവറും മറ്റും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. വചനം സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ഒരുക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അടിയൻ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ ദൂരസ്ഥരോ സമീപസ്ഥരോ.
നമുക്കതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥർ ആയി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എഫേസ്യ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ AD 62 ഇത് എഴുതപ്പെട്ടത്. റോമ കാരാഗ്രഹത്തിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതിയ ഭാഗങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ക്രിസ്തുവിൽ എന്ന പദം ഏതാണ്ട് 36 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എല്ലാവരും മുമ്പ് ആരായിരുന്നു അറിയാമോ? ക്രിസ്തുവിൽ നിന്ന് അകന്നവരായിരുന്നു. യേശുമായിട്ട് അല്ലെങ്കിൽ കർത്താവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, എന്നാൽ കർത്താവിന്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വില കൊടുത്ത് വാങ്ങി, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിക്രമങ്ങളാൽ നമുക്ക് ആരായിരുന്നറിയാമോ? മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇരുളിൽ നടന്നവരായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഇരുളിലായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത്. 1 പത്രോസ് 2-ന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ജനമല്ലാത്തവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം വളരെയധികം ശ്രദ്ധിച്ചു കൊള്ളണം. നാം ദൈവ പൈതൽ എന്ന് കൂടെ പറയുന്നു, പക്ഷേ നാം മുൻപ് നാം ആരായിരുന്നു എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊള്ളണം. നാം ജനമല്ലാത്തവർ ആയിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ട് യാതൊരു ബന്ധവും നമുക്കുണ്ടായിരുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ ദൈവജനമേ, എന്നാൽ കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങി കർത്താവ് തന്നെ മകനാക്കി മകളാക്കി ഇന്ന് പ്രൈസ് ദി ലോർഡ് നാം വചനം എടുത്തുകൊണ്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ദയവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. നാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഏദനിൽ ആദമും ഹവ്വയും പാപം ചെയ്തതിന് ഫലമായി എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവിക തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്ക് കൊടുത്തിരുന്ന ചില അവകാശങ്ങൾ, ചില അധികാരങ്ങൾ ദൈവം അവർക്ക് കൊടുത്തിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. അവർ ഔട്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാൻ പൂങ്കാവനത്തിൽ അവർ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, നമുക്കറിയാം, സർപ്പവും ഹവ്വയെ വഞ്ചിച്ചു. ഹല്ലേലൂയ. സർപ്പം ഹവ്വയോട് ചോദിച്ചു, നിങ്ങളോട് എന്തെങ്കിലും യഹോവയായ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നാൽ അവൾ യഥാർത്ഥമായിട്ട് പറഞ്ഞു, വൃക്ഷത്തിന്റെ, അതായത് ഈ പൂന്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പറഞ്ഞത് നിനക്കറിയാമോ എന്ന് സർപ്പൻ ചോദിക്കുക. എങ്ങനെയായാലും സ്ത്രീകളാണ് വലയിൽ വീഴുന്നത്. നോക്കണം ദൈവമക്കളെ, സർപ്പൻ ചോദിക്കുക, എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഭക്ഷിച്ച് നോക്കിയേ എന്ന് പറയും. വളരെ ഇനിമയായി, വളരെ നല്ല വാക്കാണ് പറഞ്ഞത്. എന്നാൽ ഹവ്വ വളരെ പെട്ടെന്ന് തന്നെ അത് വിശ്വസിച്ചു. അവൾ ഭക്ഷിക്കുകയും അതുപോലെ തന്നെ തന്റെ ഭർത്താവ് ആദമിനും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഭക്ഷിച്ച നാളിൽ അവർ സത്യത്തിൽ എങ്ങനെയാണെന്നറിയാമോ? അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരാരായിരുന്നു എന്നതിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അവർ പാപം ചെയ്തു എന്നതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. യഹോവയായ ദൈവം വന്നു. ഹല്ലേലൂയ. പതിപോലെ യഹോവയായ ദൈവം വരുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്തറിയാമോ? ഇല കൊണ്ടൊരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി അവർ ഒളിച്ചിരിക്കുക. ഇപ്പം യഹോവയായ ദൈവം വരും, വിളിക്കും എന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണം ദൈവമക്കളെ, യഹോവയായ ദൈവം വന്നു, വിളിച്ചോ, ആദമേ നീ എവിടെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയ ദൈവജനമേ, ആദം ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന്. നീ ഒളിച്ചിരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ ആദം പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു എന്ന്. നീ പാപം ചെയ്തു എന്ന് നിന്നോട് ആര് പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? പ്രിയമുള്ള ദൈവമക്കളെ, അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അവരെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്
സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, യേശു മുഖാന്തരം നിത്യജീവനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു നല്ല ഇമ്മാനുവേലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് എന്നുകൂടെ എന്നർത്ഥമുള്ള ഒരു നല്ല ഇമ്മാനുവേലാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിൽ ആരും കർത്താവിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നാമൊക്കെയും കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ്. ഒരു കാലത്ത് ദൈവത്തെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു. അവന്റെ രക്തത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങി മകനാക്കി എടുത്തിരിക്കുക. അല്ലെങ്കിൽ കർത്താവിന്റെ കുഞ്ഞാ നമ്മളിപ്പോൾ എല്ലാവരും. പ്രൈസ് ലോർഡ്. നമ്മുടെ അപ്പന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ അനേകരും ദൈവത്തിന്റെ സന്നിധിയിൽ ഒളിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. രംഗത്ത് വരികയില്ല. കർത്താവിന്റെ വചനവുമായി എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാ. എന്താണെന്നറിയാം? ഒളിച്ചിരിക്കുന്ന അവസ്ഥയാ. പ്രൈസ് ലോർഡ്. ദൈവ പൈതലേ, ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ആദ്യ സ്നേഹം നിന്നിലുണ്ടോ? നീ രക്ഷിക്കപ്പെട്ട നാളിൽ നിന്നിൽ ഉണ്ടായിരുന്ന ആദ്യ സ്നേഹം നിന്നിലുണ്ടോ? നിന്റെ അഭിഷേകത്തിന് ശക്തി കുറഞ്ഞു പോയോ? സഹോദര, എന്താണ് നിനക്ക് സംഭവിച്ചത്? സഹോദരി, നിനക്ക് എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ ഹല്ലേലൂയ കണ്ട നാൾ മുതൽ ഇന്ന് വരെ നീ ഒരുപോലെ തന്നെയാണോ? സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലത് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കും, കരയുന്നവരോട് കൂടെ കരയും. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിങ്കിൽ ആ പ്രിയരെ നാം ഓരോരുത്തരും ആശ്രയം വെച്ചിരിക്കുന്നത്. ആകയാൽ ആ ദൈവത്തിന്റെ മുഖത്തേക്കാ നാം ഓരോരുത്തരും നോക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിലൂടെ തന്നെ ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ന്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായി വരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. നമുക്കറിയാം, ഒരു ധനവാനായ മനുഷ്യന് 2 മക്കൾ. അതിൽ ഇളയ മകൻ അപ്പനോട് തന്റെ അവകാശങ്ങൾ, തനിക്ക് വരുവാനുള്ള ഷെയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് താൻ പരദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നാളുകൾ കഴിഞ്ഞു. എന്താണ് സംഭവിച്ചെന്നറിയാമോ? താൻ ആ ദേശത്ത് എന്നപ്പോഴേക്കും തന്റെ കൈവശമുണ്ടായിരുന്ന തന്റെ സ്വത്ത് സുഖങ്ങൾ സകലതും താൻ നഷ്ടപ്പെടുത്തി. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്, ദൈവഹിതമില്ലാത്തൊരു കൂട്ടുകെട്ട് തനിക്കുണ്ടായി. പ്രിയ സ്നേഹിതരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? തന്റെ കൈവശമുണ്ടായിരുന്ന പണം, പ്രോപ്പർട്ടീസ് എല്ലാം സകലത ടോട്ടലി തനിക്ക് നഷ്ടമായപ്പോൾ താൻ ചെയ്തെന്താണെന്നറിയാം? പ്രിയപ്പെട്ടവരെ, തനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ വന്നപ്പോൾ, ഗതിയില്ലാതെ വന്നപ്പോൾ താൻ തിരിച്ചു ചിന്തിച്ചു, ഓ, എന്റെ അപ്പന്റെ അരികിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? സുബോധം വന്നു എന്ന. ആ മനുഷ്യന്, അല്ലെങ്കിൽ ആ മകന് സുബോധമുണ്ടായി. താൻ തിരികെ വരുവാനായിട്ട് താൻ ചിന്തിക്കുകയാണ്. താൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പന്റെ അരികിലേക്ക് ഞാൻ മടങ്ങിപ്പോകും, എന്റെ അപ്പനോട് പോയി പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു അപ്പാ, ഇനി അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന് പറയും എന്നൊക്കെ താൻ തീരുമാനമെടുത്ത, താൻ ഉറച്ച ഒരു തീരുമാനത്തോടു കൂടെ തന്റെ സ്വന്തം ഭവനത്തിലേക്ക് വരുവാനായിട്ട് തീരുമാനിക്കുക മാത്രമല്ല, താൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പന്റെ കൂലിക്കാർ അനേകർ, അവർ ഭക്ഷിച്ച് അവർ എത്രയോ വേസ്റ്റ് ആക്കുന്നു. ഇന്ന് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാരപ്പെടുകയാണല്ലോ. എന്റെ അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എനിക്ക് അപ്പനോട് കൂടെ ഇരുന്നാൽ മതി, അപ്പനോട് ഞാൻ ചെന്ന് ക്ഷമ പറയുമെന്ന് വിചാരിച്ച് താൻ അപ്പന്റെ അടിയിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആ മകൻ ഇറങ്ങിപ്പോയതിനു ശേഷമായിട്ട് ആ മകൻ ഇറങ്ങിപ്പോയപ്പോൾ പ്രൈസ് ദി ലോർഡ്, അന്ന് മുതൽ അപ്പൻ സന്തോഷത്തോടു കൂടിയാണ് ഇരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നല്ല ആഹാരം ഭക്ഷിച്ച് അപ്പൻ കിടന്നുറങ്ങിയായിരുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ? ഓരോ ദിവസങ്ങളും അപ്പൻ ഇങ്ങനെ ചിന്തിക്കും, ഓ, എന്റെ മകൻ തിരികെ വരുമോ? എന്റെ മകനെ എനിക്ക് കാണുവാൻ കഴിയുമോ? എന്റെ മകൻ മരിച്ചു പോയോ? ജീവനോട് എന്റെ മകനെ എനിക്ക് ലഭിക്കുമോ എന്നുള്ള ആതങ്കവും പ്രത്യാശയും മാത്രമാണ് അപ്പനുണ്ടായിരുന്നത്. അപ്പൻ ഓരോ ദിവസവും ഹല്ലേലൂയ, ദൈവ പൈതലെ, ആ കിളിവാതിലൂടെ നോക്കിക്കൊണ്ടേയിരിക്കും. ഗേറ്റിംഗിൽ തന്റെ മകനെ പോലെ ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് താൻ നോക്കിക്കൊണ്ടേയിരിക്കും. പ്രിയ ദൈവജനമേ, എന്നാൽ ഹല്ലേലൂയ, നാം മനസ്സിലാക്കിക്കൊള്ളണം, ഒരു സുപ്രഭാതത്തിൽ എന്താ നടന്നറിയാമോ? തന്റെ മകനെ പോലെ ഒരുവൻ നിൽക്കുന്നു ഗേറ്റിനരികിൽ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യമുണ്ട്, തന്നെ കണ്ടാൽ വളരെ മുഷിഞ്ഞ വസ്ത്രമാണ്, താടി, എന്റെ ഭാവനയിൽ പറയാ, താടിയൊക്കെ വളർത്തി, മുടിയെല്ലാം വളർത്തി, വളരെ വിരൂപമായ ഒരു നിലയിൽ പ്രിയ മകനെ കാണുവാനായിട്ട്
കഴിയുന്നു പ്രിയ ദൈവജനമേ. എന്നാൽ അപ്പൻ സൂക്ഷിച്ചു നോക്കി, എന്റെ മകൻ തന്നെ ആയിരിക്കുമോ എന്ന് അപ്പൻ വളരെയേറെ സൂക്ഷിച്ചു നോക്കി പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പൻ ഓടി വന്ന് അപ്പന് മനസ്സിലായി അപ്പന് നഷ്ടപ്പെട്ട മകനാണ് തിരികെ വന്നിരിക്കുന്നതെന്ന്. അപ്പൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം, പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഗേറ്റിംഗിലേക്ക് അപ്പൻ ഓടി വന്നു. എന്നാൽ ഓടി വന്നപ്പോൾ എന്താ നടന്നറിയാമോ? ഹല്ലേലൂയ, നോക്കണം, ഈ മകൻ അപ്പനോട് പറയാപ്പാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഒരപ്പന്റെ മനസ്സ് എത്രമാത്രം വേദനപ്പെടും. ഒരു മകൻ, പ്രിയ മകൻ അല്ലെങ്കിൽ ഒരു മകൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പന്റെ മനസ്സ് എത്രമാത്രം പാടുപെടുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നമ്മെ വേദ പുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കുന്ന എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അപ്പൻ ഓടി വന്ന മകനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പൻ പറയുകയാണ്, ഇവന് മേൽത്തരമായ അങ്കി ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരമിടുവിൻ, ഇവന്റെ കാലിനെ ചെരുപ്പിടുവിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അർപ്പീൻ എന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അപ്പൻ തന്റെ ദാസന്മാരെ വിളിച്ച് അവരോട് പറയുമ്പോൾ ഹല്ലേലൂയ, അവർ അങ്ങനെ ഒരു വലിയ വിരുന്ന് തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയിൽ അപ്പന്റെ മൂത്ത മകൻ, വേട്ടയാടുവാൻ പോയിരുന്ന മകൻ, പ്രൈസ് ദി ലോർഡ്, നോക്കണം, അപ്പൻ തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാൻ മകൻ തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്നേഹിത, എന്താണ് സംഭവിച്ചെന്നറിയാമോ? മകൻ ദൂരെ നിന്നുകൊണ്ട് നോക്കുകയാ, ഈ വീട്ടിൽ നടക്കുന്നൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 15:28 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മകൻ എന്താ ചെയ്യുന്നറിയാം? മൂത്ത മകൻ ഹല്ലേലൂയ, അകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ താൻ മാറി നിൽക്കുക. സത്യത്തിൽ ഈ മകൻ അപ്പന്റെ കൂടെയുള്ള മകനാ. മൂത്ത മകൻ അപ്പന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന മകനാ, അപ്പൻ ആഹാരം കൊടുക്കുന്ന മകനാ, അപ്പന്റെ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താത്ത മകനാ, അപ്പനൊരു ദുഷ്പേര് വരുത്തി കൊടുക്കാത്ത മകനാ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സാഹചര്യം കണ്ട് തന്റെ ഹൃദയം തകർന്നു. താൻ അവിടെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് കയറാതെ താൻ മാറി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. താൻ മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ എന്താ ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഇവിടെ അപ്പൻ പുറത്തു വന്നു, അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആണനിക്കേണ്ടത് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ലല്ലോ. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്ക് തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നോക്കണം ദൈവമക്കളെ, ഈ മകൻ മാറി നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ഇളയ സഹോദരൻ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെടുത്തി, നശിപ്പിച്ച്, എല്ലാം മോശമായ രീതിയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈ മകൻ കടന്നു വന്നപ്പോൾ, അപ്പൻ ചെയ്ത ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഈ മൂത്ത മകന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിരുന്നിൽ തനിക്ക് സന്തോഷമില്ല, താൻ മാറി നിൽക്കുന്ന ഒരവസ്ഥയാ കാണുന്നത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇന്നേക്ക് പല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാ. അപ്പന്മാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നോക്കണം, അല്ലെങ്കിൽ എന്തിനേറെ പറയണം, ഒരു മകൾ തന്നെ ഒരു 10 നാൾ ആ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ മകന്റെ ഭാര്യ അന്ന് അവിടെ നിന്ന് പുറത്തു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് അനേക കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയാ നടക്കുന്നത്. എത്രയോ അമ്മമാர்கள் എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എത്രയോ പേർ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹിത സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്നേക്ക് അനേക കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? സ്വന്തം മകൾ 10 ദിവസം ഭവനത്തിൽ വരാൻ പാടില്ല, അംഗീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് തുടങ്ങും അവരുടെ സർവ്വ സന്തോഷങ്ങളും അന്ന് തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ മൂത്ത മകൻ അപ്പനോടുകൂടെ വസിച്ചവനല്ലേ, അപ്പനെ ഇഷ്ടങ്ങൾ സാധിച്ചവനല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ മകന്റെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. താൻ ഭവനത്തിൽ പോകാതെ പുറത്തു നിൽക്കുക. പ്രിയരെ, ഈ മകൻ വളരെയധികം അപ്പന് ഇഷ്ടപ്പെട്ട മകൻ തന്നെയാ. പക്ഷേ ഇപ്പോൾ തനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ പേരിനൊന്നും ദോഷം വരുത്തിയിട്ടുള്ള കുഞ്ഞല്ല ഈ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, പക്ഷെ മൂത്ത മകൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? വീടിന്റെ പുറത്താ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, സന്തോഷത്തിൽ
ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഈ മകന് മനസ്സില്ലാതെ താൻ വെളിയെ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭവനം ഒന്നടങ്കം സന്തോഷിക്കുമ്പോൾ ഹല്ലേലൂയ ഈ മകൻ മാറി നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഏതാണ്? പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഏത് അവസ്ഥയിലാണ്? ഈ മൂത്ത മകന്റെ അവസ്ഥയിലാകുന്നുവോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങി വരണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ഭവനത്തിലെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം ദൈവമക്കളെ. ഹല്ലേലൂയ. ലൂക്കോസ് 15:29 വായിക്കുമ്പോൾ മൂത്ത മകൻ പറയുന്നു, നീ ഇതുവരെയിലും ഒരാട്ടിൻകുട്ടിയെ പോലും ഭക്ഷിക്കുവാൻ എനിക്ക് തന്നിട്ടില്ലല്ലോ അപ്പാ എന്നാ ചോദിക്കുന്നത്. അപ്പാ, ഞാൻ അപ്പന്റെ കൂടെ അല്ലായിരുന്നു, അപ്പന് ഞാൻ എന്തെല്ലാം ചെയ്തു, പക്ഷെ അപ്പൻ ഒരു നിമിഷമെങ്കിലും എന്നെ ഓർത്തോ അപ്പാ? ഒരു ദിവസമെങ്കിലും തൊഴുത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ എടുത്തോ അല്ലെങ്കിൽ ഒരു വിരുന്ന് കഴിച്ചോ എന്ന് അപ്പൻ എന്നോട് പറഞ്ഞോ അപ്പാ? എനിക്ക് എത്ര വേദനയാണ് അപ്പൻ എന്റെ മനസ്സറിയുന്നു എന്നൊക്കെയാ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലരും ദൈവമക്കളെ ഇങ്ങനെ തന്നെയാ. അപ്പന്റെ ഭവനത്തിൽ വസിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരുമൊത്ത് താഴെ നിൽക്കുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അപ്പന്റെ ഭവനത്തിലാ. അതാണ് മനസ്സിലാക്കേണ്ടുന്നത്. വസിക്കുന്നത്, അവർ പാർക്കുന്നത് അപ്പന്റെ ഭവനത്തിലാ. കൂട്ടുകാരെന്നത് ലോകത്തെയാണ് കുറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പന്റെ ഭവനത്തിൽ വസിക്കുന്നവരും നമുക്കൊരു സഖ്യത ഉണ്ടാകും. പ്രിയരെ, ലോകക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ലോകത്തിന്റെ നൈമിഷ്യ മോഹങ്ങളിലേക്കാണ് എത്തിക്കുന്നതെന്ന് മറന്നു പോകരുത്. അപ്പന്റെ ഭവനത്തിൽ വസിച്ചുകൊണ്ട് ലോകത്തിന്റെ മ്ലേച്ഛതയിൽ പോകുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ആരും അതിന് ഒരുങ്ങരുതേ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ലോകത്തിന്റെ ചിന്തയിലും പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ ചിന്തയും ലോകത്തിന്റെ ചിന്തയും സ്വർഗീയ ചിന്തയും രണ്ടാണ്. ഹല്ലേലൂയ. പ്രിയരെ, പലരും ചാടിക്കയറി ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. നമുക്കറിയാം, ഡിസംബർ 31 പ്രൈസ് ദി ലോർഡ് പുതുവർഷം പുറക്കുമ്പോഴേക്കും ചിലരൊക്കെ സഭകളിൽ ദൈവദാസന്മാർ എഴുന്നേറ്റ് എന്ന് പറയും, ഇന്ന് നല്ല ഒരു തീരുമാനം എല്ലാവരും പറയണം, എല്ലാവരും തീരുമാനിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, പുതിയ തീരുമാനങ്ങൾ പ്രതിഷ്ഠകളോടെ നിങ്ങൾ ആയിരിക്കണം. എഴുന്നേറ്റ് സാക്ഷി പറയാൻ പറയും. ദൈവമക്കൾ ചാടി എഴുന്നേറ്റാണ് പറയാൻ തുടങ്ങും. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവസിച്ചോളാം, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിച്ചോളാം, എല്ലാ ഞായറാഴ്ചയും ഞാൻ വന്നുകൊള്ളാം, എല്ലാ ദാനധർമ്മവും ഞാൻ ചെയ്തു കൊള്ളാം, ഏഴകൾക്ക് ഞാൻ കൊടുത്തോളാം, ദേവദാസന്മാരെ പോറ്റി പുലർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പലവിധമാകുന്ന തീരുമാനങ്ങളാണ് പറയുന്നത്. പക്ഷേ സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, അന്നേ ദിവസം നിങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ ആ വർഷമെങ്കിലും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കടൻകാരികളോ? ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാതെ പോയെങ്കിൽ ഇന്ന് പകൽക്കാലം പുതിയ തീരുമാനത്തോടുകൂടെ അത് ഉണർന്ന കർത്താവിന് വേണ്ടി ചെയ്തു തീർപ്പാൻ മുന്നോട്ട് കടന്നു വരണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരും അങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. തീരുമാനങ്ങളുടെ പുറത്താ എല്ലാ കാര്യങ്ങളും, പക്ഷേ ചെയ്ത് തീർക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെതായിട്ടുള്ള അത് പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയാണെങ്കിൽ നാം കൊയ്യുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ജഡത്തിന്റെ പ്രവൃത്തികളാ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലം ഉണ്ടാവുകയില്ല എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചെറിയ ചെറിയ വാക്ക് മതി. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഒരു നിസാര വാക്കുകൾക്ക് മാറിപ്പോകുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവജനമേ, എനിക്ക് എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. ഇന്നേക്ക് അനേക സഭകളിലും അങ്ങനെ തന്നെയാ, അനേക ഇടങ്ങളിൽ അങ്ങനെ തന്നെയാ. നിസാര വാക്ക് മതി, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹിത, സഹോദര, സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ നീ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിനക്കത് സഹിക്കുവാൻ കഴിയുന്നില്ല? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സഹിഷ്ണുതയുള്ള ദൈവമാ, ദീർഘക്ഷമയുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളും ഞാനുമായിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിപ്പോകുക, നിസ്സാര കാര്യങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് നീ മറ്റുള്ളവരെ പകച്ചു നിൽക്കുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാ. അത് ദൈവം അറിവെറുക്കുന്നു, വെറുക്കുന്നു എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരോടൊന്ന് വളരെയധികം സ്നേഹത്തോടുകൂടി ഇടപെടുന്നതാണ് ദൈവമക്കളെ കർത്താവിന്റെ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്രയോ അനേക ആത്മാക്കൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം ഓർത്തുകൊള്ളണം. ആത്മഭാരം ലേശം പോലും ഇല്ലാത്തവരല്ലേ ഇന്നേക്ക് അനേകരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ ദേശം, നമ്മുടെ സംസ്ഥാനം ഇന്നേക്ക് ഹല്ലേലൂയ ദൈവമക്കൾ എത്ര വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര പേർക്ക് കണ്ണുനീരോടെ കൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു നമ്മുടെ ദേശം നശിക്കാതിരിക്കുവാൻ. ദേശം ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടവിൽ നിൽക്കുവാൻ എത്ര പേർ ഹല്ലേലൂയ ദൈവജനമേ ഇന്നേക്ക് സമർപ്പിക്കുവാൻ കഴിയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മടങ്ങി വരാം. അപ്പന്റെ സന്തോഷം നമുക്ക് ഒരുമിച്ച് പങ്കിടാം.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം മാറി നിൽക്കേണ്ടുന്നവരല്ല പ്രിയ ദൈവജനമേ. ചിലർ പറയും അപ്പന്റെ ഭവനത്തിൽ വസിക്കുന്നു എന്ന്. ചിലരൊക്കെ ഇങ്ങനെയാ, ഞങ്ങളൊക്കെ അപ്പന്റെ ഭവനത്തിലാ. പക്ഷേ ഹല്ലേലൂയ, ചെയ്യുന്നതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാ. അപ്പന്റെ ഭവനത്തിലാണെന്ന് പറയും, പക്ഷെ ചെയ്യുന്നതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ അപ്പന്റെ സ്വഭാവം എന്താ, അപ്പന്റെ രീതികൾ എന്താ, അപ്പന്റെ പെരുമാറ്റം എന്തായിരുന്നു, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ ദൈവജനമേ, ജഡത്തിന്റെ പ്രവൃത്തികളല്ല നാം ചെയ്യേണ്ടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ചുങ്കക്കാരന്റെയും പ്രൈസ് ദി ലോർഡ് ഒരു പരീശന്റെയും പ്രാർത്ഥനയാ. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ചുങ്കക്കാരനെ കുറിച്ച് ജനങ്ങൾ എന്താ പറഞ്ഞതറിയാമോ? ഓ, ഇവൻ പാപിയായ മനുഷ്യൻ. നോക്കണം, ചുങ്കക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവൻ പാപിയായ മനുഷ്യൻ. വെള്ളയുമായി വന്ന് നിൽക്കുന്ന, വെള്ളവസ്ത്രമായി നിൽക്കുന്ന പരീശനെ കണ്ടു പറഞ്ഞു, ഓ ബഹുമാനം, ഭയങ്കര ബഹുമാന പുരസ്കാരം. ഓ, എന്താ പറയുന്നത്? അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ ഇന്നേക്ക് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവജനമേ. എന്നാൽ കർത്താവ് ആരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചെന്നറിയാമോ? ഹൃദയം നുറുങ്ങി വേദനയോട് പൊട്ടി തകർന്നു നിൽക്കുന്ന ഹൃദയത്തോട് കർത്താവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരീശൻ പറഞ്ഞെന്തറിയാമോ? കർത്താവെ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ദാനധർമ്മം ചെയ്തു, ദൈവദാസന്മാർക്ക് കൊടുത്തു, സഭയ്ക്ക് കൊടുത്തു, ട്രസ്റ്റിന് കൊടുത്തു, അങ്ങനെ അനേക കാര്യങ്ങളാണ് പറയുന്നത്, വർണ്ണിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ ചുങ്കക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, കർത്താവേ, ഞാൻ ചെയ്തു പോയ തെറ്റ് എന്നോട് ക്ഷമിക്കണം, എന്നോട് അങ്ങ് ക്ഷമിക്കണം അപ്പാ. ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണമേ എന്ന പ്രൈസ് ദി ലോർഡ് ഈ ചുങ്കക്കാരൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. കർത്താവ് ചുങ്കക്കാരന്റെ പ്രാർത്ഥന അംഗീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നമുക്കറിയാം വീണ്ടും ശിഷ്യന്മാർ ദൈവത്തിന് വഴിവിട്ട് പഴയ പണിക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി ശിഷ്യന്മാർ എങ്ങോട്ടേക്കാ പോയെന്നറിയാം? പിന്നെയും മീൻ പിടിക്കാൻ പോകുന്നത് കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഹല്ലേലൂയ, കർത്താവ് അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് അവർ പറയുക, ഒന്നുമില്ല നാഥാ, ഒന്നും കിട്ടിയില്ല. പ്രിയ സ്നേഹിതരെ, ഈ വൈകിവേളയിൽ ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് മുമ്പോട്ട് പോയാൽ, കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് പോയാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അവരെ പിന്മാറ്റക്കാരെ എന്ന് വിളിച്ചില്ല. സ്നേഹിതരെ, കർത്താവ് എന്താ വിളിച്ചെന്നറിയാമോ? കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിളിച്ചത് കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. അവരെ സ്നേഹിച്ച കർത്താവ് വിളിച്ചത്, അല്ലെങ്കിൽ കർത്താവിനെ വിട്ടിട്ട് പോയി എന്നൊന്നും കർത്താവ് നോക്കിയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും കർത്താവ് നമ്മുടെ ആ അപ്പന്റെ ഭവനത്തിലായിരിക്കണം, അപ്പന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൻ എന്താ ആഗ്രഹിക്കുന്നത് അത് നാം ചെയ്തു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, പ്രിയരെ, നമുക്കൊരു ചേഞ്ച് ആവശ്യമാ, നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാ, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാ. സ്നേഹിതരെ, ഹല്ലേലൂയ, ഇളയ മകൻ കർത്താവിന്റെ ആ അപ്പന്റെ അരികിലേക്ക് മടങ്ങി വന്നതുപോലെ പ്രൈസ് ദി ലോർഡ് നാം ഓരോരുത്തരും നമ്മുടെ അപ്പന്റെ അരികിലേക്ക് നാം മടങ്ങി വരാം. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരപ്പൻ, ലോകത്തിൽ ഇങ്ങനെ ഒരപ്പനെ നമുക്ക് കാണിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ അത്രമാത്രം സ്നേഹനിധിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇന്നേക്ക് നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദേശ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അനേകർ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, പിന്മാറ്റക്കാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ, മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അതിന് നാം ഒരു കാരണമായി തീരണം. പ്രിയപ്പെട്ടവരെ, ആരും ദൈവ വഴി വിട്ട് പോകരുത് കേട്ടോ. കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങി ഉണർന്ന് കാത്തിരുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ആ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും കൈവിടപ്പെട്ടു പോകും. നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു നല്ല തീരുമാനമെടുക്കണം. നമ്മൾ നല്ല തീരുമാനമെടുക്കണം. ഒരിക്കലും എൻ്റെ കർത്താവിനെ ഞാൻ മറുതലിക്കുകയില്ല. എൻ്റെ കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഈ നാളുകളായി ഞാൻ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന ഒരു നല്ല തീരുമാനമെടുക്കണം. മൂത്ത പുത്രനെ പോലെ മാറി നിൽക്കരുത് കേട്ടോ. പ്രിയ സ്നേഹിതരെ, മൂത്ത പുത്രൻ എന്താ ചെയ്തത്? ഇളയവനെ സൽക്കരിക്കുന്നത് കണ്ടിട്ട് അവന് സഹിക്കാൻ വയ്യാതിട്ട് അവൻ മാറി നിൽക്കുക ചെയ്തത്. ഇന്നേക്ക് അനേക കുടുംബങ്ങളിൽ അങ്ങനെയല്ലേ? ഒരു വീട്ടില് 3 മക്കളോ 4
മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇളയ മകൻ വളരെ വർഷങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ നാളുകൾ കഴിഞ്ഞ് ഭവനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭവനത്തിൽ ഉള്ള മകൻ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അപ്പനോടും അമ്മയോടും കൂടെ ആയിരിക്കുന്ന മകന്റെ ഒരു വിഷമ പ്രയാസം കാണണം. അവൻ വരുന്നെന്നറിയുമ്പോൾ തന്നെ ഈ മൂത്ത മകനും കുടുംബം അന്ന് എസ്കേപ്പ് ആകും, ഭാര്യ വീട്ടിലേക്ക് പോകും. ഒരിക്കലും ഭാര്യ വീട്ടിൽ പോകാത്ത മകൻ അന്ന് കാണാൻ പോകും, അന്ന് ഭാര്യ വീട്ടിൽ പോകും. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അപ്പന്റെ ഭവനത്തിൽ ഒരുമിച്ച് പോകുവാൻ, അപ്പന്റെ ഭവനത്തിൽ ഒരുമിച്ച് സ്നേഹത്തോടു കൂടെ പോകുവാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെയാ ഈ ലോകത്തിലെ അപ്പന്റെ അടുത്ത് നിൽക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ പരലോകത്തിലെ അപ്പന്റെ അടുത്തിലേക്ക് പോകാൻ കഴിയും? ആ അപ്പൻ എല്ലാവരെയും സ്നേഹിക്കുന്ന അപ്പനല്ലേ, ആരെയും അപ്പൻ പാർഷ്യാലിറ്റി കാണിക്കുന്ന അപ്പനല്ല. എന്റെ മകൾ, എന്റെ മകൻ എന്ന് മാത്രമായി എല്ലാവരെയും അങ്ങനെയാ കർത്താവ് കാണുന്നത്. അപ്പോൾ പിന്നെ ആ അപ്പന്റെ അരികിലേക്ക് നമുക്ക് ആർക്ക് ഏറ്റക്കുറച്ചിലുകളില്ല. അവനെന്നോ ഇവളെന്നോ ഇല്ല, അവനെന്നോ ഇവനെന്നോ ഇല്ല. എല്ലാവരും ഒരുപോലെ എന്റെ അപ്പന്റെ സന്നിധി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ആകയാൽ നമുക്ക് ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരനെ പോലെ കണ്ണുനീരോടെ നാം പ്രാർത്ഥിക്കണം. ചുങ്കക്കാരൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരുണ്ട് സ്നേഹിത? ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വരണം. അതാണ് പ്രാർത്ഥന. കണ്ണുനീർ ആർപ്പോട് നാം കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കണം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടാകണം, അല്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ് ദീർഘക്ഷമയും മഹാദയവും ഉള്ള കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ നിശ്ചയമായി മറുപടി ഉണ്ടാകും. എല്ലാവരെയും നമുക്ക് സ്നേഹിച്ച് ഒരുപോലെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുപോലെ മുമ്പോട്ട് പോകാം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ അപ്പൻ ഒരു ഭവനം ഒരുക്കുക, നമുക്ക് വേണ്ടി നമ്മുടെ അപ്പൻ ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ ഭവനത്തിന്റെ നിത്യ അവകാശിയായി തീരുവാൻ സ്നേഹിതരെ നമുക്ക് കഴിയണം. നാം ഓരോരുത്തരും ആ അപ്പന്റെ, ഹല്ലേലൂയ, ആ അപ്പന്റെ മക്കളാ നമ്മൾ ഓരോരുത്തരും. അപ്പൻ നമുക്ക് വേണ്ടി ഒരു ഇടത്തെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് നിത്യ അവകാശികളായി തീരുവാൻ, അപ്പന്റെ അവകാശികളായി തീരുവാൻ നാം ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ അപ്പൻ ഒരുക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. കൂടാരമായ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനം നമുക്കായി ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നാം കാണുന്ന എല്ലാം മായയത്രേ ദൈവമക്കളെ. എല്ലാം തകർന്നു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നഷ്ടമല്ലാത്തതും നിത്യമായ ഒന്ന്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, ആകയാൽ ഹല്ലേലൂയ വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നാം എന്താണ് വായിച്ചത്? പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നാം വായിച്ചപ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിഞ്ഞു പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. സ്നേഹിത, നാം ഇപ്പോൾ കർത്താവിന്റെ മക്കളാ, അപ്പന്റെ മക്കളാ. നാം ഓരോരുത്തരും നാം ദൂരസ്ഥരല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നാം സമീപസ്ഥര. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നാം ദൂരമല്ല, കർത്താവുമായിട്ട് അടുത്ത് നിൽക്കുക. നിങ്ങൾ ഇപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് അടുത്ത് നോക്കിയേ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കർത്താവിനോട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? എന്റെ കർത്താവിനോട് നിങ്ങളുടെ ദുഃഖങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ? എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? സ്നേഹിത, കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. സമീപസ്ഥനായി നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയം വെക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്യുന്നതനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അഖിലാണ്ട കടാകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായിരിക്കുന്ന കർത്താവ് വരാൻ പോകുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ അപ്പൻ ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ നിത്യാവകാശികളായി തീരുവാൻ സ്നേഹിത, നിങ്ങളും ഞാനും ഒരുങ്ങണമേ എന്ന് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മുമ്പ് ദൂരസ്ഥരായിരുന്നു, ഇപ്പോഴോ നാം സമീപസ്ഥരായി നിൽക്കുന്നു. കർത്താവിന്റെ കുഞ്ഞുങ്ങളായി, മകനായി, മകളായി നാം കാണപ്പെടുന്നു. ആകയാൽ നാം ഓരോരുത്തരും അപ്പന്റെ അവകാശമുള്ള മക്കളാണെന്ന് മറന്നു പോകരുത്. പ്രിയ ദൈവജനമേ, മകൻ സകലത നഷ്ടപ്പെടുത്തി അവൻ തിരികെ വരുമ്പോൾ അപ്പൻ എന്താ ചെയ്തത്? അവന്റെ കൈക്ക് മോതിരമിട്ടു, കാലിന് വിലവനിപ്പുള്ള ചെരുപ്പിട്ടു. ഹല്ലേലൂയ. അവന് നല്ല അങ്കി അവനെ ധരിപ്പിച്ചു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അപ്പന്റെ അവകാശമുള്ള മകനാക്കി കർത്താവ് തീർക്കുന്നത്,
അപ്പൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, ഹല്ലേലൂയ, ഈ ലോകത്തിലെ അപ്പൻ അങ്ങനെയെങ്കിൽ പരലോകത്തിലൊരു അപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. ആ മനുഷ്യപുത്രൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവാണ്. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ, നിങ്ങൾ നിരാശരാകുമ്പോൾ, നിങ്ങൾ വേദനപ്പെടുമ്പോൾ, ഓ എന്റെ മകൻ, എന്റെ മകളെന്ന ഹല്ലേലൂയ കർത്താവ് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന ദൈവമാ. നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. നിരാശ വേണ്ട കർത്താവ്, കേട്ടോ, അധൈര്യം വേണ്ട. എന്റെ കർത്താവ് സകലത്തിനും മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെയും ദൈവമാ. സ്നേഹിത, നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കുവാൻ കഴിയുമോ? മുമ്പേ ദേവരുടെ രാജ്യത്തെയും നീതിയും തേടുங்கள், അതോടുകൂടെ എല്ലാവற்றையும் கூடவே கொடுக்கப்படும் என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു വിടുതലുണ്ടാകും. കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിട്ടുപോയി നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ തേടി വരും. സ്നേഹിത, വിശ്വാസത്തോടുകൂടെ വചനം ഏറ്റെടുക്കുക. അപ്പന്റെ ഭവനത്തിലാണ് നാം ആയിരിക്കുന്നത്. അതേ അപ്പന്റെ ഭവനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹിതർ എല്ലാവരെയും നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ഭവനം, അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു രാജ്യമാണ് അപ്പന്റെ ഭവനം. ആ ഭവനത്തിലേക്കാണ് നാം പോകേണ്ടുന്നത്. ആകയാൽ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് നൽകിയിരുന്ന വചനത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, വചനം കേട്ടവരായിട്ടുള്ള എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാനുള്ളവർക്കുമായി സ്തോത്രം ചെയ്തു. അവിടുത്തെ രക്തത്തലപ്പച്ചൻ എല്ലാവരെയും കഴുകി മുദ്രയിടണമെന്നും പ്രാർത്ഥിക്കും. അപ്പ, മുമ്പേ ഞങ്ങൾ ദൂരസ്ഥരായിരുന്നു. അപ്പ, എൻ്റെ അപ്പനോട് യാതൊരുവിധ ബന്ധവുമില്ലാത്തവരായിരുന്നു. എന്നാൽ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി മുദ്രയിട്ട് അപ്പന്റെ അവകാശമുള്ള മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ പൊടിയോളം താഴ്ത്തുന്നു. കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് വിശ്വസിക്കട്ടെ. അപ്പ, ഈ വചനം കേട്ടവരായിട്ടുള്ള എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ഉലക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോട് വേർപാടോടുകൂടി കാണപ്പെടുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. കർത്താവ്, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ പൊടിയോളം താഴ്ത്തും. സകലവിധ നന്മകളാൽ നിറയ്ക്കണം. സകലതും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് കൃത്യം 5 മണിക്ക് ബ്രദർ സുനിൽ പത്തനാപുരത്തിൻ്റെ അനുഗ്രഹമേറിയ ഒരു ഗാന ശുശ്രൂഷ നമ്മുടെ ഈ FB പേജിലുണ്ട്. ദൈവമക്കൾ ആരും ഓൺലൈനിൽ നിന്ന് പോകരുത്. പ്രിയപ്പെട്ടവരുടെ ആ ഗാന ശുശ്രൂഷയിലും നമുക്ക് പങ്കുചേരാം. ദൈവമായി കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. വചനം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾക്കുവാനുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോസ് ഫാമിലിക്ക് ഒരു ഗ്രൂപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് നമ്മുടെ തന്നെയാണ്. അപ്പോൾ അവിടെയും അനേക ദാസന്മാരുണ്ട്. അവിടെയും ലൈവുകൾ നടക്കുന്നതാണ്. വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് നിത്യം ഇതിൽ വചന ശുശ്രൂഷകളുണ്ട്. അതുപോലെ തന്നെ ഗാന ശുശ്രൂഷകളും നടക്കുന്നു. ദൈവമക്കൾ, സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. 24 hours പ്രാർത്ഥിക്കുന്ന പല പ്രിയപ്പെട്ടവർ അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെയുള്ള നല്ല അനേക പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആകയാൽ പ്രാർത്ഥനാ വിഷയങ്ങളുള്ള പ്രിയപ്പെട്ടവർ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് അനുഗ്രഹമേറിയ അഡ്മിന്മാരാണ് ഉള്ളത് എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. ഏത് നിമിഷങ്ങളും പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുമായി കരം കൊടുക്കുന്ന ദാസന്മാരാണ് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ളത് എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കടന്നു വരിക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എന്നതും ഈ സമയം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിൽ നാം എല്ലാവരും എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ആരും ഓൺലൈനിൽ നിന്ന് പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ ഇതിന് പിൻപിലുണ്ട്. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.